ക്ക് വരില്ല, അല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെങ്കിലൊക്കെ വരാൻ സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ ഒന്നും കൂടി മനസ്സിന് എന്തായാലും പറയും ഒരു ഏകാഗ്രത, ഒരു 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 സ്വസ്ഥത കിട്ടുന്ന ഒരു സമയമാണ് രാത്രി, അല്ലേ? അപ്പൊ അതുകൊണ്ട് രാത്രി ഇബാദത്തിനൊക്കെ ഒന്നും കൂടി മനസ്സിന് ഒരു ഒതുക്കവും അള്ളാഹുവുമായുള്ള ചിന്ത കൂടുതൽ കിട്ടുകയും ചെയ്യും. പകലാവുമ്പോ പല അപശബ്ദങ്ങളും കേട്ടുകൊണ്ടിരിക്കും, അല്ലേ? അപ്പൊ നമ്മൾ രാത്രി സമയത്ത് പതുക്കെ വർത്താനം പറഞ്ഞാൽ തന്നെ ഒരുപാട് സ്ഥലത്തേക്ക് കേൾക്കും. നമ്മുടെ വീട്ടിലിരുന്ന് രാത്രി ഒരു പ്ലേറ്റ്, അല്ലെ, ഒരു പ്ലേറ്റ് എന്തെങ്കിലും അടുക്കളയിൽ വീണാൽ 4 പുറത്തുള്ള അയൽവാസികൾ എന്താ പോലെ പെരേല് എന്ന് പറയും. കാരണം എന്താ, പകൽ അതുപോലെ ഒരുപാട് പ്ലേറ്റുകൾ വീണിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും അയൽവാസികൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം പകൽ സമയത്ത് ശബ്ദങ്ങൾ കൂടിയ സമയമായതുകൊണ്ട് ചിലപ്പം ഒരു വലിയ ശബ്ദം ഉണ്ടായാൽ തന്നെ പകല് അതങ്ങനെ അറിയില്ല. അപ്പൊ രാത്രിയാകുമ്പോ ശബ്ദ കോലാഹലങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ ഇബാദത്തിനൊക്കെ നല്ല റാഹത്തായിരിക്കും, അല്ലെ? അല്ലാഹു തആല റാഹത്തോട് കൂടെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പൊ അതെല്ലാം കണക്കിലെടുത്ത് ഒരാൾ വെള്ളിയാഴ്ച രാവിലെ ശാന്തത എന്ന് പറയും സിറാജുഖാന്റെ ഭാഷയിൽ. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ തസ്ബീഹ് നിസ്കാരം, വെള്ളിയാഴ്ച രാവിലെ മാത്രം ഒരു തസ്ബീഹ് നിസ്കാരം, വാസ്തവത്തിൽ ഒരു സാധാരണക്കാരന്റെ കൽബിൽ ഇത് വലിയ നല്ലൊരു പുണ്യമുള്ള അമലായിട്ടാ തോന്നിയല്ലേ? വാസ്തവത്തിൽ അത് കറാഹത്താണ് എന്ന മസല വരിക. എന്താ കാര്യം? നമ്മളെ ഫത്താവ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്താവയ്ക്ക് നോക്കിയാൽ കാണാം, വെള്ളിയാഴ്ച മാത്രം തസ്ബീഹ് നിസ്കരിക്കുന്നതിന്റെ ഹുക്കം എന്താണ്? മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിന് ഫത്വ കൊടുത്തത്, മറുപടി കൊടുത്തത് അത് കറാഹത്താണ്. കാരണം വെള്ളിയാഴ്ച രാവ് നിസ്കാരം കൊണ്ട് പ്രത്യേകമാക്കുക അത് പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു നിസ്കാരത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ മുമ്പ് കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ രൂപത്തിൽ ഞാൻ ഈ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിന്റെ മുമ്പ് അതൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പാടില്ല. കാരണം വെള്ളിയാഴ്ച രാവ് നിസ്കാരം കൊണ്ട് പ്രത്യേകമാക്കരുത് എന്ന സ്വഹീഹായ ഹദീസിനോട് എതിരായി അതിനേക്കാൾ ഒരു സിഹത്തുള്ള ഹദീസ് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കണമെന്നില്ല. അപ്പൊ ഏതായിരിക്കട്ടെ, ഞാൻ പറഞ്ഞതെന്താ, നമ്മുടെ കാഴ്ചയിൽ ഒരു അമല് നല്ല പുണ്യമുള്ള അമലായി തോന്നും, നല്ല മഹത്വമുള്ള അമലായി തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അതിനു പ്രതിഫലമല്ല ഉണ്ടാവുക, കുറ്റമാണ് ഉണ്ടാവുക. അതിൽപ്പെട്ടൊരു കാര്യമാണ് ഏത്? ഇപ്പൊ നമ്മളൊക്കെയും റമളാനാകുമ്പോ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമളാനാകുമ്പോ ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കുന്നവരുണ്ടാവും. റവാത്തിബ്, മുഅക്കദും മുഅക്കദല്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളും അതേ രൂപത്തിൽ തന്നെ ളുഹയും വിത്റും, അല്ലേ? ഇപ്പോ റമളാൻ അല്ലാത്തപ്പോ തീരെ വിത്ർ നിസ്കരിക്കാത്തവരാണ്, അല്ലെങ്കിൽ ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നവരാണെങ്കിൽ റമളാൻ ആകുമ്പോ 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നവരുണ്ടാവും. കാരണം തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ അതിനോട് കൂടെ എല്ലാ ഇടങ്ങളിലും 3 റക്അത്ത് വിത്റും തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കും. നമ്മളിതൊക്കെ വലിയ പുണ്യമുള്ള അമലായിട്ട് സാധാരണക്കാർ കണക്കാക്കും. പുണ്യമുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിലോ ഈ ചെയ്യുന്നതൊക്കെ എന്താണ് സംഗതി സഹിയായിരിക്കും, ആഖിറത്തിൽ അതിന് കുറ്റായിരിക്കും. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ റമളാനിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നാണ് വെള്ളത്തൊക്കെയും വെള്ളത്തുണിയും വാങ്ങി ഫേസ്ബുക്കും വാട്സാപ്പും ഓഫാക്കി വെക്കൽ മാത്രമല്ല. അതൊക്കെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. നല്ല തന്നെയാണ്. റമളാൻ ആകുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കാനൊക്കെ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ സമയങ്ങൾ നമ്മൾ കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പോകുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധ പേപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാതിരിക്കുക നല്ല തന്നെയാണ്. അതേമാതിരിക്ക് തന്നെ പരമാവധി സമയങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ കണ്ട് ഓഫാക്കി വെക്കുന്ന പല ചെറുപ്പക്കാരുമുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, റമളാനിൽ നമുക്ക് തറാവീഹ് നിസ്കരിക്കണം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം നടത്തണം,
നമ്മൾ സാധാരണക്കാരാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാണ്. എന്തിന്? അന്ന് പറയുമ്പോൾ കേൾക്കാത്തവർ ഇന്നുണ്ടാവും. ചിലപ്പോൾ ഇന്നത്തെ വോയിസ് ആരെങ്കിലും ഗ്രൂപ്പിലൂടെ കേൾക്കുമ്പോൾ മുമ്പെങ്ങാനും കേൾക്കാത്ത പലവരും കേൾക്കാൻ അത് സാധിക്കും. ആ നിലയ്ക്ക് ഞാൻ ഉണർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ, ഇന്ന് നോക്കുന്ന നമ്മുടെ സഹോദരിമാരൊക്കെ എല്ലാ, കാരണം ഇപ്പോഴൊരു വെക്കേഷൻ സമയം കൂടിയാണല്ലേ, ഒരു വെക്കേഷൻ. കാരണം നമ്മുടെ ഈ ഷഅബാനും വെക്കേഷൻ എല്ലാവരും പാടൊരു ഒത്തൊരുങ്ങിയ ഇങ്ങനെ സർക്കീറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാർ ഇങ്ങനെ സിയാറത്തിന് പായാണ്. വേണ്ടാണെന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. ഞാൻ ഈ പറഞ്ഞതിനൊന്നും അതൊന്നും സിയാറത്ത് വേണോ വേണ്ടേനൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ വളരെ ഗൗരവത്തിൽ ഞാൻ ചിന്തിക്കേണ്ടതെന്താ, അർഹമുറാഹിമീനായ തമ്പുരാനെ, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ, എനിക്ക് പ്രായപൂർത്തി ആയതം മുതൽ ഞാൻ നിസ്കാരത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് നിസ്കരിക്കാൻ തുടങ്ങിയത്. ഓരോരുത്തരും രതിക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്. ചിലപ്പം ഇന്ന് ഈ മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളൊക്കെയും കുറേ നിസ്കാരം ചെറുപ്പം മുതലേ പതിവാക്കിയവരായിരിക്കും. കാരണം ഒരു മുതഅല്ലിമാണെങ്കിൽ ഓനൊരു 10-13 വയസ്സിൽ തന്നെ ഏതെങ്കിലും ഒരു പള്ളിക്ക് ഓതാൻ കൊണ്ടാക്കിയിട്ടുണ്ടാവും. ഓൻ പിന്നെ അങ്ങനെ ആ പള്ളിയുമായുള്ള ബന്ധം കാരണം നിസ്കാരത്തിലൊക്കെയും ശ്രദ്ധിക്കുകയും നിസ്കാരം ആക്കാത്തൊക്കെ അവസ്ഥ ഉണ്ടാവും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കല്ല. ബുദ്ധികൂർമ്മതയുള്ളവർക്ക് എന്തിനിത്തരയേറെ കാര്യം മനസ്സിലാക്കാൻ അല്പവാചകം പോരേന്ന് പറഞ്ഞ മാതിരി എത്രയോ സഹോദരിമാര് ആവശ്യമില്ലാത്ത യാത്രകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലൊക്കെ എത്രയോ നിസ്കാരങ്ങൾ ആയി, മനഃപൂർവ്വം ആയി കിടക്കുന്ന നിസ്കാരങ്ങളുണ്ട്. ഇതൊന്നും വീട്ടാതെ സിയാറത്തിനൊന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക. ഞാൻ പല സ്ഥലത്തും ചെന്ന് നോക്കുമ്പോൾ ഫാമിലി സിയാറത്ത് ഗ്രൂപ്പ്. ഞാൻ സംഗതി എന്താണ്, നിസ്കാരങ്ങളൊന്നും ഇല്ല. ഭർത്താവോ വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരൊക്കെയും കൂടെയുണ്ടെങ്കിൽ സ്ത്രീകൾക്കും അമ്പിയാവുലിയാക്കന്മാരുടെ മഹാന്മാരുടെ ഖബർ സിയാറത്തും സുന്നത്താണ്. പക്ഷെ ഇതിലൊന്നും ഒരു ബോധവൽക്കരണമില്ലാതെ ഇന്ന് നല്ലൊരു വിഭാഗം ചില ഈ കാശുണ്ടാക്കാനായി നടക്കുന്ന ചില ആൾക്കാരുണ്ട്. കാശുണ്ടാക്കാനായിട്ട് സിയാറത്തൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അതിന്റെ നിബന്ധനകളും പാലിക്കാതെ ഭർത്താവ് ഒപ്പം ഉണ്ടാവൂല, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനും ഒപ്പം ഉണ്ടാവൂല. ഈ സ്ത്രീകൾക്കാണെങ്കിൽ കുറെ നിസ്കാരങ്ങളൊക്കെ കള ഉണ്ടാവും. എന്നിട്ട് അവരൊക്കെ ആറ്റിത്തൊളിച്ച് സിയാറത്തിനൊക്കെ ഇങ്ങനെ പോവുക. പക്ഷെ നമ്മൾ അവരോട് പറയേണ്ടത് എന്താ, നിങ്ങൾ ഈ ഭർത്താവ് ഒപ്പല്ല, വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷനും ഒപ്പല്ലാതെ നിങ്ങൾ ഈ സിയാറത്തിന് പോകുന്നതിൽ ഒരു ബറക്കത്തുമില്ല. അത് ഗുണത്തിലേറെക്കാൾ അത് ദോഷമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനേക്കാളൊക്കെയും അവനവന്റെ ജീവിതത്തിൽ ആയിപ്പോയ നിസ്കാരങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ തയ്യാറാവുക. ഞാൻ പറഞ്ഞതിന്റെ ആകെത്തുക എന്താണെന്നറിയും. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് അത് ആഖിറത്തിൽ പ്രതിഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് സ്വഹീഹായി അതുകൊണ്ട് മാത്രം നമുക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടൂല. ഇബാദത്ത് ചെയ്തതൊക്കെ സഹീഹാണ്, പക്ഷെ ആഖിറത്തിൽ അത് കാരണം കുറ്റം കിട്ടും. ഒരൊറ്റ ഉദാഹരണം പറയാം. തീരെ ഫർള് നിസ്കാരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉള്ളൊരു വ്യക്തിയാണ്. റമളാൻ മാസം 30 ദിവസവും ഒന്നാം സഫിൽ ഇമാമിന്റെ നേരെ വലഭാഗത്ത് നിന്ന് തറാവീഹ് കരക്റ്റാ നിസ്കരിച്ചു നോക്കുക. എന്റെ ജീവിതത്തിൽ ഒരുപാട് ഫർള് നിസ്കാരങ്ങൾ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് അങ്ങനെയൊക്കെ എത്ര അല്ലേ, കാര്യത്തിന് സംശയമുണ്ട്. ഇന്ന് നമ്മുടെ പള്ളികളിൽ തറാവീഹ് നിസ്കരിക്കാൻ വരുന്ന സാധാരണക്കാരിൽ നല്ലൊരു വിഭാഗം അല്ലെ, നല്ലൊരു വിഭാഗത്തിന് അവരുടെ ജീവിതത്തിൽ മനഃപൂർവ്വം ആയിപ്പോയ ഒരുപാട് ഫർള് ഉള്ളവരാ. ഒരു സംശയം ആ കാര്യത്തിൽ. എല്ലാവരും ഞാൻ ഈ പറഞ്ഞതിനകത്തല്ലേ, ഞാൻ അതൊക്കെ ശ്രദ്ധിക്ക് എൻ്റെ ക്ലാസ്സുകളിൽ വ്യക്തമായി അന്വേഷിച്ച് ഉറപ്പകത്ത് വരുത്തിയൊരു വ്യക്തിയാണ്.
എന്റെ സ്ഥിരം ക്ലാസ്സിൽ നമ്മൾ ഓരോ സ്ഥിരം തുടർച്ചയായുള്ള മസാല ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് സാധാരണക്കാരോട് ചോദിച്ചപ്പോൾ അവരൊക്കെയും പറഞ്ഞു, ഉസ്താദെ വളരെ കറക്റ്റാണ് കേട്ടോ, നിങ്ങൾ ഈ പറഞ്ഞത് കാര്യമാണ്. ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് എൻ്റെ ഒരു 35-ാമത്തെ വയസ്സിലാണ്. ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് എൻ്റെ 40-ാമത്തെ വയസ്സിലാണ്. ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയത് ഗൾഫിലെത്തിയതിൻ്റെ ശേഷമാണ്. അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ നിസ്കാരത്തിലൊന്നും ശ്രദ്ധിക്കുന്ന ആളായ വെള്ളിയാഴ്ച ഒന്ന് ജുമാക്കൊക്കെ പോകും. പിന്നെ ഞാൻ ഗൾഫിലെത്തി. എൻ്റെ ഉള്ളവർ ICF-ന്റെ പ്രവർത്തകരായിരുന്നു, RSCയുടെ പ്രവർത്തകരായിരുന്നു. അവരിന്ന് പല സലാത്ത് മജ്‌ലിസിലേക്കും ദിക്റിന്റെ സദസ്സിലേക്കൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടു. ഞാൻ ഗൾഫിൽ എത്തിയതിന്റെ ശേഷമാണ് നിസ്കരിക്കാനും നോമ്പൊലിക്കാനൊക്കെ നോക്കിയത് എന്ന് പറഞ്ഞ എത്ര ആളുകളുണ്ട്. പക്ഷെ ഇവരൊന്നും ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടുന്ന കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഒരാളും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നില്ല. പിന്നെ റമളാനിന്റെ അന്ന് ഫസ്റ്റിലെ തറാവീഹ് നിസ്കാരത്തിന്റെ അന്ന് ആൾക്കാരൊക്കെ വരും. ഒന്നാമത്തെ മാസപ്പിറവി കണ്ടെന്ന ആളുകൾ കുറവായിരിക്കും. പിന്നെ നോമ്പ് 2, 3 ആകുമ്പോൾ കുറേ ആൾക്കാർ പള്ളിയിലെത്തും. ഇവരോടൊക്കെ ഇപ്പോ യശാ നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒരു വയലാണ്ട് പറയാനൊരു ഉസ്താദ്, അല്ലാഹ് നിങ്ങളെ ജീവിതത്തിൽ ഫർള് നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ തറാവീഹ് നിസ്കരിക്കാതെ ഫർള് ഖളാ വീട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് ഹറാമാ. ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് തറാവീഹ് നിസ്കരിക്കാൻ പാടില്ല എന്ന് മൊയ്ലിയർ മസ്അലാണ് പറഞ്ഞാൽ ആ ജനങ്ങളൊന്നും ശരിയൂലോ. അല്ലെങ്കിൽ പുറത്തെ പള്ളിക്ക പോയിട്ട് തറാവീഹ് നിസ്കരിക്കുന്നതിന് പകരം ഫർള് നിസ്കാരം ഖളാ വീട്ടല്ലേ ചെയ്യുക. ഒരു നേരെ ചെരുപ്പിട്ടുങ്ങാണ്ട് വരെ പോകും. പെണ്ണുങ്ങൾ ഒഴിച്ച് എന്തേലും നിങ്ങൾ പോന്നു, ഇന്നെന്താ പള്ളിക്ക തറാവീഹില്ലേ, ഇന്നെന്താ പള്ളിക്ക തറാവീഹില്ലേ, എന്തെങ്കിലും നാളത്തെ പോന്നു? അതൊന്നുമില്ല. മൊയ്ലിയർ ഒരു ക്ലാസ് കേട്ട് മൊയ്ലിയർ പറഞ്ഞു തറാവീഹ് ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് തറാവീഹ് നിസ്കരിച്ച കുറ്റാണ്. അപ്പൊ പിന്നെ നമ്മൾ കുറ്റം ഏറ്റെടുക്കണ്ടാച്ചിട്ട് നമ്മൾ പെരേക്ക് പോന്നു. ഓർക്ക് ഫർളുണ്ടാവൂല, തറാവീഹ് ഉണ്ടാവൂല. പെരയിൽ വന്ന് ഒരു വേറെന്തെങ്കിലും കളിയും തമാശയായിട്ടത് പോകും. അപ്പൊ അത് കാരണം പലപ്പോഴും ഒരു മൊയ്ലിയന്മാരും മുണ്ടാതിരിക്കും. നമ്മൾ അന്നല്ലല്ലോ. ഈ മൊയ്ലിയർ ചെയ്യേണ്ടത് എന്തായിരുന്നു? റജബ് അല്ലാഹുമ്മ ബാരിക് ലനാ റജബിൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്ന് നിങ്ങൾ ദ്വാരക്കണം എന്ന് പറയുന്നൊരു വയലുണ്ടാവും. റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അന്ന് പറയേണ്ടിയിരുന്നു. നമ്മൾ ഈ റജബും ഷഅബാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഖളാ ആയിപ്പോയ നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ സമയം കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ റമളാൻ ആവുമ്പോൾ നമുക്ക് തറാവീഹ് റാഹത്തായി നിസ്കരിക്കണം. അന്ന് പറയേണ്ട വയലിൽ നമ്മൾ തറാവീഹിന്റെ റമളാൻ മാസം കണ്ടിട്ട് പറയുമ്പോഴാണ് ജനങ്ങൾ ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നത്. അൽഹംദുലില്ലാഹ് എത്രയോ സ്ഥലങ്ങളിൽ അത്തരം ക്ലാസ്സുകളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടാൻ ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ കുറെ ഇബാദത്ത് ചെയ്തതുകൊണ്ട് അത് മഖ്ബൂലായിക്കോളണം എന്നില്ല. ഇനി അത് സഹീഹായാലേ അത് മഖ്ബൂലാവുള്ളൂ. സഹീഹാകുന്ന മസല തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. പള്ളിയിൽ വരിക, താക്ക കുലിക്കുമ്പോൾ ഒരു ഒന്നുണ്ടാക്കുക, പെട്ടെന്ന് മന്തി ചെല്ലുക, ഇമാമിന്റെ ഒപ്പം ജമാഅത്തൊക്കെ ആയി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഒപ്പം റുക്കൂ കിട്ടിയാലല്ലേ ഒരു റക്അത്ത് കിട്ടുള്ളൂ. ഇമാമിന്റെ ഒപ്പം എനിക്ക് റുക്കൂ കിട്ടിയോ കിട്ടിയില്ലേ അതൊന്നും ഇവനിക്ക് നോട്ടല്ല. ഇവൻ മന്തി ചെന്ന് അല്ലാഹു അക്ബർ നിയ്യത്ത് പോലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഇന്ന് സംശയമാണ് പല ചെറുപ്പക്കാരും നിസ്കാരത്തിൽ. ഒലുണ്ടാക്കുക, പായ സെഫ് ചെന്നിരിക്കുക, മൊബൈൽ കീപ്പറ്റിടുക, അല്ലാഹു അക്ബർ ഒരു പോക്ക. ഇവന്റെ നിയ്യത്ത് ശരിയായോ? ഇമാമിന്റെ ഒപ്പം റുക്കൂ ലഭിച്ചോ? ഈ റക്അത്ത് എനിക്ക് കിട്ടിയോ? അതൊന്നും നോട്ടല്ല. കയ്യും കാലും വെക്കണോത്ത് സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവങ്ങൾ സുജൂദിൽ വരണം. എത്ര അവയവം വെക്കുന്നുണ്ട്? ഔറത്ത് ഞാൻ സുജൂദിലേക്ക് പോകുമ്പോൾ എൻ്റെ ഫാൻറ് കീപ്പോത്തിറങ്ങി ബാക്കിൽ നിന്ന് ഔറത്ത് വെളിവാകുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഞാൻ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കഴിയും. എൻ്റെ നേരെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ നിന്ന് നിസ്കരിക്കുന്നു. അവൻ ജീൻസ് ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. അവൻ സുജൂദിലേക്ക് പോയപ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു എന്നുള്ളത് സത്യമാണ്. അവൻ സുജൂദിലേക്ക് പോയപ്പോൾ
എന്റെ മുമ്പിലത്തെ സെഫിലാണ് അവൻ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ഷഹീദ് സംശയം ഉണ്ടാവും അവിടെ. ഉസ്താദെ നിങ്ങൾ സുജൂദിന്റെ മഹലിലേക്ക് നോക്കാതെ ഓന്റെ ഊരപ്പറ്റിമക്കാണോ നോക്കിയത്? നിങ്ങൾക്കൊരു ഇഷ്കാൽ അവിടെ വരും. പക്ഷെ അവിടേക്കും വേറെ മസാലുണ്ട്. ചിലപ്പം സാധാരണക്കാർ നിസ്കരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഓനക്ക് എന്തെങ്കിലും നിസ്കാരത്തിൽ അബദ്ധം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. എന്തായാലും യാദർശികമായിട്ട് മുമ്പിൽ നിൽക്കുന്നവരെ നമ്മൾ കാണാതിരിക്കൂലല്ലോ. എത്ര സുജൂദിന്റെ മഹലിലേക്ക് നോക്കിയാലും. എന്തേ എനിക്ക് ഛർദ്ദിക്കാൻ വന്നത് എന്നറിയോ? ഓന്റെ ഇന്നർ വരെ പുറത്ത് കാണുന്നുണ്ട്. ഓന്റെ ഒരു കീറിപ്പാരി ഇന്നർ ഞാൻ അതിത്തൗസർ എന്ന് പറയാ. അത് വരെ ഇപ്പം സുജൂദ് പോകുമ്പോ കാണുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടും എല്ലാം അവനെ വിളിച്ചു, മോനെ എന്റെ നിസ്കാരം ഫുള്ള് ബാത്തിലാണ് എന്നാണ്. അതെന്റെ ഉസ്താദെന്ന്, നീ സുജൂദിലേക്ക് പോകുമ്പോ നിന്റെ ഊരപ്പറ്റി കാണാണ്ട്, നിന്റെ ഫാൻറ് കീപ്പോത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ അവൻ നൃത്തത്തിലേക്ക് വരുമ്പോ അത് വലിച്ചു കയറ്റിയാണ്. എന്നിട്ട് അവന്റെ കയ്യും കാലൊക്കെ അനങ്ങണ്. ഇരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ, വെക്കേഷൻ സമയമാണ്. നമ്മുടെ ആൺകുട്ടികളൊക്കെയും എവിടൊക്കെയോ പാടത്തും പറമ്പിലും പോയി കളിക്കുകയാണ്. അവർക്കൊന്നും നിസ്കാരം പോലും പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. നമ്മുടെ ഷഹീർ കോട്ടക്കൽ അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകട്ടെ. ഓനക്കൊരൊറ്റ ആഗ്രഹം എന്റെ ജീവിതത്തിൽ എന്തിനോ പറഞ്ഞത്, അതായത് നാട്ടിൽ വന്നിട്ട് അബൂറയ്യ ഉസ്താദിന്റെ മുമ്പിൽ നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് ഇനി കൈ വെക്കണോത്തും കാല് വെക്കണോത്തും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന്. എന്തായാലും അള്ളാഹു താല അതൊക്കെ നല്ല ബുദ്ധിയാണ്. എനിക്ക് വിവരം എന്തെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. എനിക്ക് വിവരം എന്തെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ സുന്നത്തുകളും പരിഗണിച്ച് നിസ്കരിക്കുന്നവനാണെന്നും പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. പക്ഷെ ഒരാൾക്ക് അങ്ങനെ തോന്നിയല്ലോ, ഒരു ചെറുപ്പക്കാരെന്ന്. ഇനി ഞാൻ എന്റെ കയ്യും കാലും വെക്കുന്നോത്ത് എവിടെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള ഒരു ബുദ്ധി അത് KMIC-യുടെ ഉപദേശ നിർദ്ദേശങ്ങളെ കൊണ്ട് കിട്ടിയത് തന്നെയാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല, അല്ലെ? അത് KMIC-യുടെ ഉപദേശ നിർദ്ദേശങ്ങളെ കൊണ്ട് കിട്ടിയ ഒരു സന്ദേശമാണത്. യാതൊരു സംശയം എനിക്കില്ല. അബൂ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി 35,000 രൂപയാണ് KMIC-യുടെ പ്രവർത്തന ഫണ്ടിലേക്ക് തന്നത്. ഒരിക്കലും ആ 35,000 നഷ്ടാവൂല. കാരണം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, എന്റെ നിസ്കാരം ഒന്നും കൂടി ക്ലിയർ ആക്കണം. എന്റെ ഒരുപാട് ചെറുപ്പക്കാർ നെയ്യത്തിന്റെ ക്ലാസ് കേട്ട, ഒരുപാട് ഗ്രൂപ്പിലൂടെ ക്ലാസ് കേൾക്കുന്നവർ സാധുവായി എനിക്ക് വിളിച്ചു, ഉസ്താദെ ഇത്തരം കാര്യങ്ങളൊന്നും നെയ്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ എന്നാണ്. നിസ്കാരത്തിന്റെ നെയ്യത്തിനെ കുറിച്ചൊരു ക്ലാസ് നമ്മൾ എടുത്തത് ഗ്രൂപ്പിൽ ഓതിച്ച് ഒരുപാട് സാധാരണക്കാർ സാധുവായി എനിക്ക് വിളിച്ചു, അതെ ഇതുവരെ ഞങ്ങളൊക്കെ നിസ്കരിച്ചത് എന്താവും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ നെയ്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല. എത്ര പറഞ്ഞവരുണ്ട്. വെറും നാവ് കൊണ്ട് മാത്രം നെയ്യത്ത് ചൊല്ലിയവരുണ്ടായിരുന്നു. കാരണം കുറെ സാധാരണക്കാർ നാവ് കൊണ്ട് നെയ്യത്തില്ല. ഒരു വ്യക്തി, ഞാൻ ആ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, KMIC-യുടെ തെജ്വീദിന്റെ ക്ലാസ് കേട്ടിട്ട്, KMIC-യുടെ തെജ്വീദിന്റെ ക്ലാസ് കേട്ടിട്ട് അങ്ങനെ ഓതിയാൽ ഫാത്തിഹ സഹീഹാകൂല എന്നുള്ള ഒരു ക്ലാസ് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിസ്കാരങ്ങൾ ഇപ്പോഴും അദ്ദേഹം കലാഹു കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സമയം നീട്ടുകയല്ല. നമ്മൾ തേരാപ്പാൽ അവത മുടിയൽച്ചത് ഇവത സൽക്കാരത്തിന് ഇങ്ങനെ നടക്കും. ഞാനൊരു സഹോദരിമാരോട് പറയാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോട് പറയാൻ, നാട്ടിൽ നിന്നിങ്ങനെ വിളിക്കും, അമ്മായിയുടെ മൂത്തമ്മായുടെ പേരക്കുട്ടിയുടെ മുടിയൽച്ചൽ വന്ന് പറഞ്ഞിരിക്കണ ഞാൻ പോട്ടെ നിങ്ങളോട് സമ്മതം ചോദിക്കും. അല്ലെങ്കിൽ അവരെ അമ്മായിമ്മാന്റെ നാത്തൂന്റെ പേരക്കുട്ടിയുടെ ഇളയച്ചിയുടെ മുടിയൽച്ചൽ. ഇതൊക്കെ നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ തേരാപാര നടക്കുക. അത് ഭർത്താവും ഒപ്പം ഉണ്ടാവൂല, വിവാഹബന്ധ നിഷിദ്ധമായ പുരുഷനുണ്ടാവൂല, ഏതോ ഓട്ടോറിക്ഷ വിളിച്ച് പോവുക. അങ്ങനെയൊക്കെ നമ്മൾ സമ്മതം ചോദിക്കുമ്പോൾ ഇത് അവിടെ ഇരിക്ക്, ഇതിപ്പോ എവിടെങ്കിലും തൊടുതൂര കുടുംബത്തിൽ ഒരു മുടിയാഴ്ചൽ വന്ന് പറഞ്ഞതിനൊക്കെ എനിക്ക് പിന്നെ പോവാം. ഇജാന്റെ നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ചോദിക്കുക. അന്നെ ഞാൻ കെട്ടുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിന്റെ കാര്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ നിസ്കാരത്തിന്റെ കാര്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്നാലിന്റെ മസാല കേട്ടിട്ട് ഇനി നിസ്കാരങ്ങൾ കളായി കിടക്കുന്നുണ്ട്, ഇത് അതൊക്കെ ഒന്ന് കളാവ് കൂട്ടാൻ നോക്ക്. അങ്ങനെ ഒരു ബോധവൽക്കരണം അത്യന്താപേക്ഷ. ഞാൻ പറഞ്ഞില്ലേ, മയ്യത്ത് നിസ്കരിക്കൽ വരെ ഹറാമാണെന്നാണ് മസാല. മയ്യത്ത് നിസ്കരിക്കൽ, ഫർള് നിസ്കാരം കളാ ഉള്ളവർക്ക്
ഫുറൂലുൽ കിഫായ ഹറാമാണെന്ന് ഫത്ഹുൽ ജവാദ് എന്ന ഫിഖിന്റെ കിതാബിൽ പറഞ്ഞത് ഫത്ഹുൽ മുഈനിന്റെ ഹാഷിയാവുന്ന തർശീഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് തത്തവ്വു, അതായത് സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണെന്ന് പറഞ്ഞിടത്ത് തർശീഹ് നോക്കിയാൽ കാണാം ഫുറൂലുൽ കിഫായത്തി ഫത്ഹുൽ ജവാദ് എന്ന് ഫത്ഹുൽ ജവാദിന് നഖ്ല് കൊടുത്തിട്ടുണ്ട്. ഇആനത്തിന്റെ ഹാമിഷുമൊക്കെ നിങ്ങൾ നോക്കി, ഫർള് നിസ്കാരം ഖളാ ഉള്ളവർക്ക് ഫർള് കിഫയ കസലാത്തിൽ ജനാസത്ത് ഇത്രത്തോളം ഒരു ഗൗരവ. ഞാനിതൊന്നും കൂടി പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിച്ച് പറയാൻ കാരണം നമ്മൾ ഈ വെക്കേഷൻ സമയം ഷഅബാനുമാണ്. ഈ വെക്കേഷൻ സമയത്ത് ഓരോ ആവശ്യമില്ലാത്ത യാത്രകൾ. ഇപ്പൊ അടുത്തൊരു ഫാമിലി എവിടൊക്കെ ടൂറ് കാണാൻ പോവുക, ടൂറിന് എവിടൊക്കെ സ്ഥലങ്ങൾ കാണാണ്. വളരെ ഉറപ്പായി, എനിക്കുറപ്പ് അവരൊന്നും ഫർള് നിസ്കാരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പൊയ്ക്കോലി, രാജ്യം കാണുക, സീറൂഫില്ലി, അള്ളാന്റെ ഭൂമിയിൽ കൂടെ നിങ്ങൾ നടക്കണം, എന്നിട്ട് അള്ളാഹു തആലാന്റെ അജായിബ് മഖ്ലൂഖാത്ത് കാണണം. ടൂറിനൊക്കെ ആയത്തു ഹദീസൊക്കെ തെളിവുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഒന്ന് ഞാൻ പറയാം, ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാർ വരികയാണ്. പലവരും വന്ന് കുട്ടികളെയും മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ നടക്കുക. നടക്കണോ നടക്കണ്ടെന്നല്ല, പക്ഷേ നമ്മുടെ നിസ്കാരങ്ങളൊന്നും ഖളാ വീട്ടാതെ അവിടെ അതിന് പോവുക, ഇതിന് പോവുക, രാവിലെ മുതൽ തന്നെ അങ്ങോട്ട് പോവുക, അവിടെ സ്വലാത്ത് ഇവിടെ ദിക്ർ. ഇത് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ അവസാനമായി ഒറ്റ വാക്കിൽ ഒന്നുകൂടി പറയുന്നു, നമ്മളുടെ കാഴ്ചയിൽ നമ്മൾ ചെയ്യുന്നത് നല്ല പുണ്യമുള്ള അമലായിരിക്കും. പക്ഷെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ചെയ്തതൊക്കെ കുറ്റമായി തീരും. അതുകൊണ്ട് ആഖിറത്തിൽ നമ്മുടെ അമല് മഖ്ബൂലാവണം. അതിനെന്ത് വേണം? നമ്മുടെ അമലുകൾ സഹീഹാവണം. സഹീഹായാൽ മാത്രം പോരാ, സഹീഹായത് കൊണ്ട് അമല് മഖ്ബൂലായിക്കോളണമെന്നില്ല. സഹീഹാവുന്നതിന് പുറമെ എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് കൂടി നിങ്ങൾ വളരെ വ്യക്തമായി പഠിക്കണം. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് സുന്നത്ത് നിസ്കരിച്ചാൽ അത് സ്വഹീഹ് തന്നെയാണ്, അവരുടെ നിസ്കാരം സ്വഹീഹാണ്. ഇമാം സൽക്കശി ഇമാം പറഞ്ഞത് അത് സ്വഹീഹ് അല്ല എന്ന പക്ഷത്താണ്. ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് സുന്നത്ത് നിസ്കരിച്ചാൽ അത് സ്വഹീഹ് അല്ല എന്ന പക്ഷത്താണ് ഇമാം സൽക്കശി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലുള്ളത്. പക്ഷെ പ്രബലമായ അഭിപ്രായ പ്രകാരം നിസ്കാരം സ്വഹീഹാണ്. ഫത്താവൽ കുരുതി പോലത്തെ കിതാബ് നോക്കിയാൽ കാണാം, ഫർള് നിസ്കാരം ഖളാ ഉള്ളവർ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അത് കുറ്റമാണ് ലഭിക്കുക, അതിന് പ്രതിഫലമല്ല കിട്ടുക. ഇത് എന്റെ വക മാത്രമല്ല, മഹാനായ ശൈഖുനാ ഓക്കെ ഉസ്താദിന്റെ ഉസ്താദായ താജുൽ ഉലമയോട് വളരെ വ്യക്തമായ, താജുൽ ഉലമ സദഖത്തുള്ള ഉസ്താദിനോട് വളരെ വ്യക്തമായ ഒരു ചോദ്യമുണ്ട്. ഫർള് നിസ്കാരം ഖളാ ഉള്ളവര് തറാവീഹ് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണെന്ന് വളരെ വ്യക്തമായ ഒരു ചോദ്യവും ഉത്തരവും സദഖത്തുള്ള ഉസ്താദിന്റെ ചോദ്യവും ഉത്തരവും കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരും അവരോടും അവരുടെ ഭാര്യ മക്കളോടൊക്കെ നമ്മൾ ഉപദേശിക്കേണ്ടത്, ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ തർക്കീച്ചടിച്ച് നടക്കാതെ, കല്യാണങ്ങളൊക്കെ അധികരിച്ച സമയങ്ങളാണ്. അത്യാവശ്യം കല്യാണത്തിന് പോവണ്ടെന്ന് ഞാൻ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. എല്ലാ കല്യാണങ്ങൾക്കും പോയി രാവിലെ തന്നെ പോയി വൈകുന്നേരം വരെ കല്യാണ മണ്ഡപത്തിൽ ഇരുന്ന് നേരം കളയുന്നവരെ, കല്യാണ വീടുകളിൽ വെച്ച് നേരം കളയുന്നവരെ അവരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, വിശുദ്ധമായ ശഅബാൻ ഏകദേശം പകുതിയായി. എനിക്ക് എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധമായ റമളാനാണ്. എന്റെ ജീവിതത്തിൽ എത്രയോ ഫർള് നിസ്കാരങ്ങൾ ഖളാ ആയി കിടക്കുന്നുണ്ട്. ഞാൻ ഈ കല്യാണ മണ്ഡപത്തിലിരുന്ന് നേരം കളയുന്നതിനു പകരം തൽക്കാലം ഒരു പുതി ഭക്ഷണം കഴിച്ച് ആ കല്യാണ വീട്ടുകാരൊക്കെ ഒന്ന് കണ്ട്, എനിക്ക് ഒന്ന് രണ്ട് അർജന്റ് കാര്യങ്ങളുണ്ട്, കളവല്ലല്ലോ അല്ലേ? അത് കളവല്ല. ആ വീട്ടുകാരോട് എനിക്ക് നിസ്കാരം കളാ വീട്ടാണ്ട് ഞാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഒരു പൂക്കാൻ സാധ്യത ഉണ്ട് അല്ലേ? കല്യാണ മണ്ഡപത്തിൽ ചെന്ന് എനിക്ക് ഇരിക്കാൻ നേരമില്ല, എനിക്ക് നിസ്കാരം കളാ വീട്ടാണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓരോ തന്നെ ഒരു പൂക്കും. அவங்க എനിക്കൊരു അർജന്റ് ഉണ്ട് ഞാൻ കളവല്ല. എന്താ അർജന്റ്? എനിക്ക് ഫർള് നിസ്കാരങ്ങൾ കളാ വീട്ടാണ്ട് അതൊരിക്കലും കളവും ആകൂല. നിങ്ങളിപ്പോ ഫർള് നിസ്കാരം കളാ വീട്ടാണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞിങ്ങാണ്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മളൊരു ഒയലിച്ചാവാനൊന്നും നിൽക്കണ്ട. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ചിലപ്പം മഹത്വമുള്ളതാണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന പല അമലുകളും നമ്മുടെ ഫർള് നിസ്കാരങ്ങൾ കളാ ഉണ്ടാകുമ്പോൾ
ആ അമലുകൾക്ക് മഹത്വമല്ല ലഭിക്കുക, ആഖിറത്തിൽ കുറ്റമാണ് ലഭിക്കുക. കൂടുതൽ വിശദീകരണം കാരണങ്ങളൊക്കെയും മുൻ ക്ലാസ്സുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഒന്നും കൂടി ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതിലേക്കൊരു കാൽവെപ്പ് എന്ന നിലക്ക് ഒരു തുടക്കം കുറിച്ചു എന്ന് മാത്രം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ ഖളാ ആയിപ്പോയ നിസ്കാരങ്ങളൊക്കെയും ഉണ്ടെങ്കിൽ അതൊക്കെയും പൂർണ്ണമായും ഖളാ വീട്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ കുറ്റം ലഭിക്കാതെ നാളെ ആഖിറത്തിൽ അതിന് പ്രതിഫലം കിട്ടുന്ന അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, ആരൊക്കെ ഈ മഹത്തായ ക്ലാസ് റൂമിന്റെ പുരോഗതിക്ക് വേണ്ടി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി സഹായിക്കുന്നുവോ സഹകരിക്കുന്നുവോ എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ആര് 10 രൂപ KMICക്ക് ചെലവഴിച്ചാലും ഒരിക്കലും അത് നഷ്ടത്തിലാവുകയില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അൽഹംദുലില്ലാ KMICയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉപകരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഉപകാരമുള്ളത് പറയാനും ഉപകാരമുള്ളത് കേൾക്കാനും, പറയുന്നത് സ്വന്തം ജീവിതത്തിലും കേൾക്കുന്നവരുടെ ജീവിതത്തിലും പകർത്താനുള്ള തൗഫീക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇലാ ഹളറത്ത് റൂഹി നബി